എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾക്ക് ഓ എഴുതാൻ പഠിക്കാം. സ്വരാക്ഷരങ്ങളിൽ 11ാമത്തെ അക്ഷരമാണ് ഓ. ആ മുതൽ ഐ വരെയുള്ള അക്ഷരങ്ങൾ എല്ലാവരും പഠിച്ചോ? ഇല്ല എങ്കിൽ ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടേ, എടുത്ത് കണ്ട് പഠിക്കണേ. നോക്കൂ, ഇത് ഏത് അക്ഷരമാണ്? ഇത് ഓ ആണ്. ഏതക്ഷരമാണ്? ഓ. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആ മുതൽ ഐ വരെ ഉള്ള അക്ഷരങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ആ വീഡിയോ എടുത്ത് കാണണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടേ. അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം ഓ ആണ്. സ്വരാക്ഷരങ്ങളിൽ 11ാമത്തെ അക്ഷരമാണ് ഓ. നോക്കൂ, എങ്ങനെ ആണ് ഓ എഴുതുന്നത് എന്ന്. എല്ലാവരും പറഞ്ഞേ, ഓ. ഇനി വാക്കുകൾ പഠിക്കാം. ഒട്ടകം, ഒട്ടകം. ഒച്ച്, ഒച്ച്. ഒന്ന്, ഒന്ന്. ഒഴിക്കുക, ഒഴിക്കുക. ഒരുക്കം, ഒരുക്കം. ഒപ്പം, ഒപ്പം. 9, 9. ഒരാൾ, ഒരാൾ. ഒലി, ഒളി. ഒച്ച, ഒച്ച. ഒഴുക്ക്, ഒഴുക്ക്. ഒടുക്കം, ഒടുക്കം. ഒപ്പ്, ഒപ്പ്. ഒത്തിരി, ഒത്തിരി. ഒട്ടകപ്പക്ഷി, ഒട്ടകപ്പക്ഷി. ഒരുമ, ഒരുമ. ഇനി നമുക്ക് ഓ എഴുതാൻ പഠിക്കാം. താഴേക്ക് വന്നു, ഇടതുവശത്തേക്ക് പോന്നു, മുകളിലേക്ക് പോയി, വീണ്ടും വലതുവശത്തേക്ക് വന്നു, താഴേക്ക് വന്നു, ഉള്ളിലേക്ക് വരച്ചു, വീണ്ടും പുറത്തേക്കെടുത്തു, താഴേക്കെടുത്തു, വീണ്ടും ഇടതുവശത്തേക്ക് വരച്ചു നിർത്തിയാൽ ഓ കിട്ടും. ഇനി ഇവിടെ സൂക്ഷിച്ചു നോക്കിക്കേ, നമുക്ക് ഓ കണ്ടുപിടിക്കാം. ഇത് ഓ ആണോ? അല്ല. ഇതോ? ഇതല്ലല്ലോ. അപ്പോൾ ഇത് ഓ ആണോ? ഇതും അല്ലല്ലോ. ഇതാണോ? ഇതല്ലല്ലോ. എന്നാൽ ഇതായിരിക്കും. അല്ല. അല്ലേ? അപ്പോൾ ഇതാണോ? അല്ലല്ലോ. നോക്കൂ, ഇതാണോ? അല്ലല്ലോ. ഇത് ഓ ആണോ? അല്ല. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതാണോ?
ഇതല്ലല്ലോ. അല്ലേ? എന്നാൽ ഇതായിരിക്കും. അല്ല. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതാണോ? അതെ. ഇനി ഒന്ന് എഴുതി നോക്കിയാലോ? നമുക്ക് ഒന്നിച്ച് എഴുതി നോക്കാം. എല്ലാവരും പെൻസിലൊക്കെ എടുത്ത് റെഡിയാണല്ലോ അല്ലേ? എന്നാൽ തുടങ്ങാം. വലത്തുവശത്തേക്ക് വന്നു, താഴേക്ക് വന്നു, ഇടത്തുവശത്തേക്ക് വന്നു, മുകളിലേക്ക് പോയി, വീണ്ടും വലത്തുവശത്തേക്ക് വന്നു, താഴേക്ക് വന്നു, ഉള്ളിലേക്ക് വരച്ചു, വീണ്ടും പുറത്തു വന്നു, താഴേക്ക് വന്നു, ഇടത്തുവശത്തേക്ക് വരച്ചു നിർത്തിയാൽ നമുക്ക് ഓ കിട്ടും. ഇത് ഏത് അക്ഷരമാണ്? ഓ. പറഞ്ഞേ, ഓ. ഓ. ഇനി നമുക്ക് ഓ കണ്ടുപിടിക്കാം. ദാ ഇവിടെയുണ്ടല്ലോ. ദാ ഇവിടെയുമുണ്ട്. ആ, ഇവിടെയുമുണ്ട്. ഓ, ഇവിടെയുമുണ്ട്. അവസാനമായിട്ട് ദാ ഇവിടെയുമുണ്ടല്ലോ ഓ. लगी